മുംബൈയിൽ നിന്ന് പ്രേംലാൽ ഒരിക്കൽ കൂടി വിവരങ്ങളുമായി ചേരുകയാണ്. പ്രേംലാൽ, ഇന്ന് രാവിലെ 8:45 കൂടിയാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച്, ഏറ്റവും പുതിയ വിവരങ്ങൾ അനുസരിച്ച് വിമാനത്തിലുണ്ടായിരുന്ന 6 പേരും മരിച്ചു എന്നതാണ്. മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാർ ഉൾപ്പെടെയുള്ളവർ വിമാനത്തിലുണ്ടായിരുന്നവർ മരിച്ചു എന്നതാണ്. ഈ അപകട കാരണം സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഇനിയും അറിയേണ്ടിയിരിക്കുന്നു. അപകട കാരണങ്ങൾ ഇനിയും വ്യക്തമല്ല. എന്തായാലും അപകടം ഉണ്ടായ ഉടനെ അജിത് പവാറിനെയും മറ്റുള്ളവരെയും ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും അവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ മരണം സംഭവിച്ചിരുന്നു. അജിത് പവാർ ഉൾപ്പെടെ 4 പേരുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. 6 പേരാണ് ഉണ്ടായിരുന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും അപകടത്തിന്റെ ഒരു ദൃശ്യങ്ങൾ കാണുമ്പോൾ ഇവരുടെ എല്ലാം ഗുരുതരമായ നിലയിൽ തന്നെയാണ് ആശുപത്രിയിൽ എത്തിച്ചിരിക്കുന്നത്. ഇതിനുള്ള മരണസംഖ്യ 6 പേരുണ്ടെന്നും 4 പേരാണെന്നുമുള്ള ഒരു വ്യക്തത ഇനിയും വരാനുണ്ട്. 4 പേരുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. അജിത് പവാറിന്റെ മരണവും സ്ഥിരീകരിച്ചു. ഇന്ന് രാവിലെ 8:45 ഈ ഒരു ദുരന്തം ഉണ്ടായത്, വിമാന ദുരന്തം ഉണ്ടായത്. ബാരാമതിയിലേക്ക് പോവുകയായിരുന്നു. എങ്ങനെയാണ് ഇത് സംഭവം നടന്നതെന്നോ എന്താണ് കാരണമെന്നുള്ള കാര്യങ്ങൾ ഇനിയും നമുക്ക് വ്യക്തത വരുത്തുവാനുണ്ട്. തീർച്ചയായും പ്രേംലാൽ, ഈ തെരഞ്ഞെടുപ്പ് അടക്കം മുന്നിലിരിക്കുന്ന സാഹചര്യമാണ്. ആ സാഹചര്യത്തിലാണ് അജിത് പവാറിന്റെ വിയോഗം. രാഷ്ട്രീയപരമായി തന്നെ ഏറെ ഞെട്ടലുളവാക്കുന്ന ഒരു വാർത്തയാണ്. കാരണം മഹാരാഷ്ട്രയിൽ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യമാണ്. ബാരാമതിയിൽ അജിത് പവാർ എത്തിയത് തന്നെ ചില പൊതുയോഗങ്ങളിൽ പങ്കെടുക്കാൻ എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അതെ, തീർച്ചയായിട്ടും. മുംബൈയിലെ ബാരാമതിയിലേക്ക് 4 പൊതുയോഗങ്ങളിൽ പങ്കെടുക്കാനുള്ള ഒരു പരിപാടിയോട് കൂടിയായിരുന്നു അദ്ദേഹം പോയത്. പറക്കുമ്പോൾ അതിന്റെ ലാൻഡിംഗ് നടത്തുന്നതിനിടെയാണ് ഈ വിമാനത്തിന് ഈ ദുരന്തമുണ്ടായത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഏറെ രാഷ്ട്രീയപരമായും ഏറെ ചർച്ച ചെയ്യുന്ന ഒരു ദുരന്തം തന്നെയാണിത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്തും വളരെ സജീവമായി തന്നെ പല വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്ന അജിത് പവാറിന്റെ ഈ ഒരു ദുര്യോഗം തീർച്ചയായും രാഷ്ട്രീയ വൃത്തങ്ങളിലും വലിയ ചർച്ചയായിരിക്കുകയാണ്. എങ്ങനെയാണ് ഇത് സംഭവിച്ചതെന്നും അതിനുള്ള കാര്യങ്ങൾ ഇനിയും പുറത്തു വരേണ്ടതുണ്ട്. തീർച്ചയായും. എന്തായാലും സംഭവത്തിന്റെ വീഡിയോ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ട്. ഈ വിമാനം പൂർണ്ണമായും കത്തിയമർന്നു. വിമാനത്തിലുണ്ടായിരുന്ന അജിത് പവാർ ഉൾപ്പെടെയുള്ളവർ മരിച്ചു എന്നുള്ള വാർത്തയാണ് ഏറ്റവും പുതുതായി നമ്മളിലേക്ക് എത്തിയത്. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യമാണ്. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് അജിത് പവാറിന്റെ വിയോഗ വാർത്ത പുറത്തേക്ക് വരുന്നത്.